ഒരു നൂറ്റാണ്ടായി സമസ്ത പ്രസരിപ്പിച്ച ആത്മീയ വെളിച്ചം പ്രഭ കെടാതെ തലമുറകളിലേക്ക് കൈമാറണമെന്നും അതിന് പണ്ഡിതന്മാരും നേതാക്കളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്നും SMF ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് റഷീദലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. SMF എടവണ്ണപ്പാറ മേഖല സംഘടിപ്പിച്ച കുബാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദായ കെട്ടുറപ്പിന് തുരങ്കം വെക്കുന്നതിന് പകരം യോജിക്കാവുന്ന മേഖലകൾ കണ്ടെത്തി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ തയ്യാറാകണം. സ്നേഹവും സൗഹാർദ്ദവുമാണ് പ്രവാചക പാഠം. എന്നാൽ പരസ്പര വിദ്വേഷം പ്രചരിപ്പിക്കാനാണ് ചിലരുടെ ശ്രമം. ഈ ഘട്ടത്തിൽ പൂർവികർ കാണിച്ചു തന്ന പാത മലീമസമാകുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. സമസ്ത ജമിയത്തുൽ ഉലമയുടെ പോഷകതകളായിട്ടുള്ള സുന്നി മഹല്ല് ഫെഡറേഷൻ അതിൻ്റെ ക്യാമ്പയിൻ യഥാവിധി യഥാസമയത്ത് നടത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു മെസ്സേജ് സമൂഹത്തിന് നൽകിക്കൊണ്ട് വലിയ രീതിയിൽ തന്നെ റബി ക്യാമ്പയിൻ നടത്തണമെന്നുള്ള അതിൻ്റെ മഹത്തരം വലുതാണ് എന്ന് സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും എല്ലാ രീതിയിലുള്ള പിന്തുണയും പങ്കെടുത്തുകൊണ്ട് സാന്നിധ്യം കൊണ്ട് അറിയിച്ചുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഔപചാരികമായി അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും SMF സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി മുഖ്യ പ്രഭാഷണം നടത്തി. എല്ലാ മതവിശ്വാസികളും ആ പറഞ്ഞതിൽ അടിയുറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ്. പരമേശ്വരൻ, ഹൈന്ദവ സഹോദരന്മാർ പല ദൈവങ്ങളെയും പറഞ്ഞാലും പരമേശ്വരൻ എന്നുള്ള ദൈവം ഉണ്ടാവില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. ക്രിസ്ത്യാനികൾ പുത്രൻ വിശുദ്ധാത്മാവെന്ന് പറയുന്നുണ്ടെങ്കിലും യഹോവ വേറെ ഉണ്ട്. അതാണ് ഈ ദൈവം. എല്ലാ മതക്കാരും അങ്ങനെ ചുരുക്കത്തിൽ. ആ പദ്യം മാറ്റിയത് അല്ലെങ്കിൽ തത്തുല്യമായ പദ്യങ്ങൾ വേറെ സ്ഥലത്ത് വേറെ പദ്യങ്ങൾ തന്നെയാണ് ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായി മാറ്റിയത് ആരും അറിഞ്ഞില്ല. അത് ശാസ്ത്ര സാഹിത്യ പരിഷത്തോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ദൈവനിഷേധികളോ സ്വകാര്യമായി മാറ്റി വേറെ പാട്ടും ഉണ്ടാവും. ആരും അറിയില്ല. അടുത്ത കൊല്ലം ജൂൺ 1 മുതൽ ഇന്ന പ്രാർത്ഥന സർക്കുലറാക്കും പാസ്സായി. ഇതിൻ്റെ പിന്നിലുള്ള കൊലച്ചതി ആർക്കും മനസ്സിലായില്ല. ഇങ്ങനെയാണ് ഒളിഞ്ഞും തെളിഞ്ഞും അവർ ദീനിനെതിരെ, വിശ്വാസികൾക്കെതിരെ, അള്ളാഹുവിനെതിരെ, അള്ളാഹുവിൻ്റെ മതത്തിനെതിരെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇതിനെതിരെ നാം എല്ലാവരും ഗൗരവത്തിൽ ജാഗ്രത പുലർത്തണം എന്ന് മാത്രം പറഞ്ഞ് അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എടവണ്ണപ്പാറ മേഖല SMF പ്രസിഡന്റ് സയ്യിദ് BSK തങ്ങൾ അധ്യക്ഷത വഹിച്ചു. KP മുഹമ്മദ് മുസ്ലിയാർ മുണ്ടക്കൽ പതാക ഉയർത്തി. അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രമേയ പ്രഭാഷണവും ബഷീർ കല്ലേപ്പാടം പുതിയ കേന്ദ്ര വഖഫ് നിയമത്തെ വിശകലനം ചെയ്ത് സംസാരിച്ചു. ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായ അമല് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യലാണ്. ദീൻ അറിയാത്തവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കലും ദീനിയായി ജീവിക്കുന്നവരിൽ മതപരമായ ബോധക്കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ദഅവത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വലിദാലിക മനഹല്ലാഹു ഹാദിഹിൽ വദീഫത ലി അഫ്ളലിൽ ഖൽഖി മിൻ ബനി ആദം, ഇത് പ്രാധാന്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉന്നതനായ ആളുകളെ ഈ പണി അള്ളാഹു ആദ്യം ഏൽപ്പിച്ചു. മുഹമ്മദ് കുട്ടി ഫൈസി ആനമങ്ങാട്, PA ജബ്ബാർ ഹാജി, KC ഗഫൂർ ഹാജി, അബ്ദുൽ നാസർ ദാരിമി ചീക്കോട്, KO അലി ഹാജി, അലവിക്കുട്ടി ഫൈസി മുതുവല്ലൂർ, അബ്ദുറഹ്മാൻ മൗലവി ഒമാനൂർ, അലവിക്കുട്ടി കാരാട്, മുഹമ്മദ് മാസ്റ്റർ, മാമു മൗലവി വാഴയൂർ, K ബിച്ച് മോദി മാസ്റ്റർ, അബ്ദുറഹ്മാൻ ഫൈസി മുതുവല്ലൂർ, K ബീരാൻ ഹാജി, സത്താർ വാഫി വിളയിൽ, അബ്ദുറഹ്മാൻ ദാരിമി മുണ്ടേരി, CT മുഹമ്മദ്, KC മുഹമ്മദ് ഹുസൈൻ തങ്ങൾ, മുജീബ് ഹാജി ഒമാനൂർ, പൂതാല മുഹമ്മദ് ഹാജി തുടങ്ങി പൗരപ്രമുഖരും പങ്കെടുത്തു. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.